19-ാം നൂറ്റാണ്ടിന്റെ അവസാനം 29 വയസ്സുള്ള ഒരു യുവാവ് ദാ അന്ന് ഈ കടലിൽ ഇതുപോലെ വെള്ളമില്ല, ഇവിടെ വന്നിട്ട് ഏതാനും അടികൾ ഏതാനും മീറ്ററുകൾ ഇങ്ങനെ നടന്ന് അവിടെ ഒരു പാറയുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് ആ പാറ. ആ പാറയിൽ പോയി ഡിസംബർ 24-ാം തീയതി 1892 ധ്യാന നിമഗ്നനായിരുന്നു. എന്തോ അദ്ദേഹത്തിന് ധ്യാനിക്കണമെന്ന് തോന്നി. ഇവിടെ ഈ കന്യാകുമാരിയിൽ 3 മഹാസമുദ്രങ്ങൾ ഒന്നിക്കുന്ന ഈ പ്രത്യേക ത്രിവേണി സംഗമത്തിൽ വന്നിരുന്ന് ധ്യാനിക്കണമെന്ന് തോന്നി. 24-ാം തീയതി ഒറ്റ ദിവസത്തേക്ക് വന്നതാണ്. 25 ക്രിസ്മസ് കഴിഞ്ഞുപോയി, 26 രാത്രിയായി. ആ 3 ദിവസം ആഹാരമൊന്നും കഴിക്കാതെ അവിടെ വന്നിരുന്ന് ധ്യാനിച്ചിട്ട് ഇറങ്ങിപ്പോയ ആ ചെറുപ്പക്കാരൻ ലോകത്തിന് ഇന്ത്യയുടെ വേദാന്തവും യോഗയും ഒക്കെ പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്തെ പഠിപ്പിച്ചിട്ട് കൈയടി നേടിയ ആ ചെറുപ്പക്കാരനാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിന്റെ 29-ാം വയസ്സിൽ 1892 ആ ഡിസംബറിലൂടെ വന്നിട്ട് ധ്യാനിച്ച ശേഷം അദ്ദേഹം പുറത്തിറങ്ങി. തിരികെ വരുമ്പോൾ ഒരു പ്രത്യേക പ്രതിജ്ഞ എടുത്തു. കന്യാകുമാരി പ്രതിജ്ഞ എന്നറിയപ്പെടുന്നു. അതിൽ പറഞ്ഞത് ഇതാണ്: ഇനിയുള്ള ജീവിതം, അതുപോലെ എന്നെ കേൾക്കുന്നവരുടെ, എന്നെ കാണുന്നവരുടെ, എന്നെ അറിയുന്നവരുടെ ജീവിതം മനുഷ്യരാശിയുടെ സങ്കടങ്ങൾ തീർക്കാൻ വേണ്ടി ആയിരിക്കണം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അന്നു മുതൽ ഈ പാറ അറിയപ്പെടുന്നത് വിവേകാനന്ദ പാറ എന്നാണ്. വിവേകാനന്ദ പാറ വിവേകാനന്ദ സ്വാമികളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പിന്നെ 10 വർഷമേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. 19-ാമത്തെ വയസ്സിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ സ്വാമി വര്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മരണവും അതുപോലെ എടുത്തു പറയേണ്ട കാര്യമാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ആ മരണത്തിലേക്ക് പോകുന്ന നിമിഷങ്ങൾ പറയുന്നതിന് മുമ്പ് ഇവിടെ നേരെ കാണുന്നത് വന്നു ചേരുന്നത് ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടലിലാണ്. ബംഗാൾ ഉൾക്കടലാണ് ഇങ്ങോട്ട് വന്നു ചേരുന്നത്. അതിന്റെ ഈ കാണുന്ന വിവേകാനന്ദ പാറയ്ക്കും അതിനപ്പുറത്ത് കഴിഞ്ഞ 10-23 വർഷമായി 2001 സ്ഥാപിക്കപ്പെട്ട തിരുവള്ളുവർ എന്ന് പറയുന്ന കവിയുടെ ആ ഒരു വലിയ ശില്പം, 40 മീറ്ററിലധികമായി നിൽക്കുന്ന ശില്പം, അതിന്റെ ഇപ്പുറത്തായി കാണുന്ന കടലാണ്, കടൽ ഭാഗമാണ് ഇന്ത്യൻ ഓഷൻ, ഇന്ത്യൻ മഹാസമുദ്രം. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. ഈ കാണുന്ന നേരെ കാണുന്ന സ്ട്രക്ചറിന്റെ പിറകിലായി വരുന്ന കടൽ ഭാഗമാണ് അറബിക്കടൽ. ആ അറബിക്കടൽ കടന്നാൽ നമുക്ക് സൗദി അറേബ്യയും UAEയും ഒക്കെ എത്തിച്ചേരാൻ പറ്റുന്ന വിധത്തിൽ അങ്ങേക്കരയിൽ അത് കുടികൊള്ളുകയാണ്. ഈ 3 കടലുകളും സംഗമിക്കുന്ന ഈ പ്രദേശം കാണാൻ ലക്ഷക്കണക്കിന് ആളുകളല്ലേ വന്നു പോകുന്നത്. ഇവിടുത്തെ സൂര്യോദയവും സൂര്യാസ്തമനവും കാണാത്തവരുണ്ടോ? പക്ഷേ ഈ ചരിത്രം പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. തിരുവള്ളുവർ എന്ന് പറയുന്നത് 1330 ശ്ലോകങ്ങളിലൂടെ തിരുക്കുറൾ എന്ന് പറയുന്ന ഒരു ലോകത്തിന് മുഴുവനും എപ്പോഴും ചിന്തിക്കാൻ പറ്റിയ ആശയങ്ങളുടെ കടൽ എന്ന് പറയാവുന്ന ഒരു വലിയ ഗ്രന്ഥം സമ്മാനിച്ച തിരുക്കുറളിനെ ഈ തമിഴ്നാട്ടുകാരും ഇന്ത്യക്കാരും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അതുകൊണ്ടാണ് ഇവിടെ വരുന്നവർക്ക് മാർഗദർശകമാകാൻ വേണ്ടി തിരുക്കുറളിന്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ സ്വാമി വിവേകാനന്ദന്റെ ജീവിതത്തിലേക്കും അദ്ദേഹത്തിന്റെ മരണത്തിന്റെ മുഹൂർത്തം 1902 1892 അദ്ദേഹം ഇവിടെ വരുന്നത്. 10 വർഷം കഴിഞ്ഞ്, 10 വർഷം ആയില്ല ശരിക്കും പറഞ്ഞാൽ, ജൂലൈയിലാണ് 1902 അദ്ദേഹത്തിന്റെ റൂമിൽ വൈകുന്നേരം 7 മണിക്ക് കയറി. ആരും വരരുത്, ഒരു പ്രത്യേക ധ്യാനമാണെന്ന് പറയുന്നു. റൂമിനകത്തേക്ക് കയറുന്നു, കഥ കടയ്ക്കുന്നു. എന്നിട്ട് 2 മണിക്കൂറിലധികം നീണ്ട ധ്യാനത്തിനൊടുവിൽ അദ്ദേഹം സ്വയം ദിവംഗതനാകുന്ന ഒരു സാഹചര്യം. മഹാസമാധി എന്നറിയപ്പെടുന്ന ആ 39-ാം വയസ്സിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഗുരുവര്യനാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ സ്വാമിയായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യരാശിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ്. ഒന്നും ആളുകളിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവാത്ത, എല്ലാം അറിവാവട്ടെ കയ്യിലുള്ളതാവട്ടെ എല്ലാം ലോകത്തിന് കൊടുത്തുകൊണ്ട് യഥാർത്ഥ സന്യാസി എന്താണ്, യഥാർത്ഥ സ്വാമി എന്താണ്, സ്വാമി വര്യൻ എന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുത്ത അപൂർവ സന്യാസികളിൽ ഒരാളാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിന്റെ തലച്ചോറിൽ ആ 2 മണിക്കൂറിനപ്പുറമുള്ള ധ്യാനത്തിലൂടെ അദ്ദേഹത്തിന് തലച്ചോറിൽ പ്രശ്നമുണ്ടാവുകയും അപ്പോൾ തന്നെ മരണമടയുകയും ചെയ്തു. ഏതായാലും അത് അദ്ദേഹം അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ആരും ഇനിയുള്ള സമയം എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ട് ധ്യാനത്തിൽ നിമഗ്നനായത്. ആ സ്വാമി വിവേകാനന്ദന്റെ ജീവിതവും മരണവും അദ്ദേഹം നൽകിയ സന്ദേശങ്ങളും നമ്മൾ മനസ്സിലാക്കണം. എങ്കിലേ ഈ കാലഘട്ടത്തിൽ ആധ്യാത്മിക ജീവിതം നയിക്കുന്നവർ എന്ത് സംഭാവനകൾ ലോകത്തിന് കൊടുക്കണം എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഏതായാലും കന്യാകുമാരിയിലേക്ക് വന്നുപോയവർ ഒരുപാടുണ്ടാവും. സൂര്യാസ്തമനവും സൂര്യ ഉദയവും കണ്ടുപോയവരുണ്ടാകും. എങ്കിലും ഈ കഥകളൊക്കെ ഓർമ്മിക്കണം, ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് മാത്രം ഈ ത്രിവേണി സംഗമ ഭൂമിയിൽ നിന്ന്, കന്യാകുമാരിയിൽ നിന്ന് ഓർമ്മിപ്പിക്കട്ടെ.